നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുകയാണ്. ഇത്തവണ കുറച്ച് കൗതുകമുള്ളതും രസകരമായ ഒരു വാർത്തയാണ്. കുറച്ച് രാഷ്ട്രീയവും കൂടെ ചേർന്നാണ്. ഒന്നുമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രണ്ട് ഗോപിയേട്ടന്മാർ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഒന്ന് തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി സാക്ഷാൽ സുരേഷ് ഗോപി, മറ്റൊന്ന് കലാമണ്ഡലം ഗോപി ആശാൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവർ തമ്മിലുള്ള വാക്കേറ്റങ്ങൾ തുടരുന്നു. ഒന്നുമല്ല, എന്താണെന്ന് പ്രേക്ഷകർ അറിഞ്ഞിട്ടുണ്ടാവും. എങ്കിലും ഒരു കൗതുകത്തോടു കൂടി ഞാൻ പറയട്ടെ. സുരേഷ് ഗോപി ആശാനെ കാണാൻ വീട്ടിലേക്ക് വരും. ഒന്ന് അനുഗ്രഹിക്കണം, പത്മഭൂഷണമൊക്കെ വേണ്ടേ? ഇതാണ് ഒരു ചോദ്യം. ആ ചോദ്യം ഉന്നയിച്ച ആൾ ഇപ്പോഴും പിന്നാമ്പുറത്താണ്. ഒരു ഡോക്ടറാണ് ഈ ചോദ്യം ഉന്നയിച്ചതെന്നാണ് ഗോപിയേട്ടൻ്റെ മോൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇപ്രകാരമാണ്. അത് പ്രേക്ഷകരെല്ലാം വായിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ചുരുക്കം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. സുരേഷ് ഗോപിക്ക് വേണ്ടി പല VIP-കളും അച്ഛനെ സ്വാധീനിക്കാൻ നോക്കുന്നു. ഇദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചൊരു വാക്കാണ്. ആ ഗോപിയല്ല ഈ ഗോപി എന്ന് മാത്രം മനസ്സിലാക്കുക. വെറുതെയുള്ള സ്നേഹവും ബഹുമാനവും കളയരുത്. പലരും സ്നേഹം നടിച്ച് സഹായിക്കുന്നത് ഇതിനാണെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. അത് താൽക്കാലിക ലാഭത്തിനല്ല, അത് നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയതാണ്. നിങ്ങളോട് ബഹുമാനം മുതലാക്കാൻ നോക്കരുത്. പ്രശസ്തനായ ഒരു ഡോക്ടർ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ അങ്ങോട്ട് വരുന്നുണ്ട്, സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്നും. അച്ഛൻ മറുത്തൊന്നും പറയാൻ പറ്റാതെ ഡോക്ടറോട് പറയുന്നതും കേട്ടു. പിന്നീടാണ് മോൻ ഈ ഫോൺ അറ്റൻഡ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ പറയുന്നത് ഡോക്ടർ വരുന്നു, സുരേഷ് ഗോപി വരും, മറിച്ചൊന്നും പറയരുത്, സുരേഷ് ഗോപി വരുമ്പോൾ ഒന്ന് അനുഗ്രഹിക്കണം, പത്മഭൂഷൺ വേണ്ടേ? ഇതിനെ ചൊടിച്ചുകൊണ്ടാണ് കലാമണ്ഡലം ഗോപിയാഷൻ്റെ മകൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഇത് പിന്നീട് വലിയ രീതിയിൽ ചർച്ച ചെയ്തു. സുരേഷ് ഗോപി ഫുൾ ടൈം എയറിലായിരുന്നു. കാരണം ഈ സംഖ്യകളും കമ്മികളും എല്ലാവരും എടുത്ത് ആഘോഷമാക്കി ട്രോളുകൾ ഇറങ്ങി. പിന്നീട് സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം, ഒരു മടിയും കൂടാതെ സുരേഷ് ഗോപിയും രംഗത്ത് വന്നു. അതൊന്ന് നമുക്ക് കേട്ടു വെക്കാം. ഒന്ന് ഈ TV ഓൺ ചെയ്താൽ കൃത്യമായിട്ട് കേൾക്കാമല്ലോ. സുരേഷ് ഗോപി പറഞ്ഞത് ഇപ്രകാരമാണ്. എൻ്റെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും സജഷൻസ് വന്നാലും ഒന്നും സ്ട്രാറ്റജി അത് നിങ്ങൾ ആരെടുത്ത് വേണമെങ്കിലും ചോദിച്ചോളൂ. എൻ്റെ വോയിസ് ആരെങ്കിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്ലേ ചെയ്യാൻ പറയും. അവർക്ക് അതിന് നീരസമുണ്ടായാലും അവരോട് അനീഷിനെ കോൺടാക്ട് ചെയ്യാൻ പറയും. ഇനി അനീഷിലേക്ക് എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞവരുടെ അടുത്ത് രഘുവിനെ കോൺടാക്ട് ചെയ്യാൻ പറയും. എനിക്ക് യാതൊരു സ്ട്രാറ്റജൈസ്ഡ് ഓപ്പറേഷൻസും ഇല്ല ഈ ഇലക്ഷനിൽ. ഞാൻ നേരെ ജനങ്ങളിലേക്കാണ്. ഏതൊരു ഡോക്ടർ ബന്ധപ്പെട്ടു അതെനിക്കതൊന്നും അറിയത്തില്ല. ഞാൻ ആ പോസ്റ്റേ വായിച്ചിട്ടില്ല. പ്രമുഖരായ കലാകാരന്മാർ മാത്രമല്ല, വ്യക്തികളുണ്ട്. അതെല്ലാ ജില്ലകളിലുമുണ്ട്, എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസീസിലുമുണ്ട്. അത് സ്ഥാനാർത്ഥികളെല്ലാം പോയി കാണുന്നതും അത് ഒരു ചടങ്ങായിട്ട് ചെയ്യുന്നവരുണ്ട്. ഞാനിത് ഒരു ഗുരുത്വത്തിൻ്റെ പുറത്ത് മാത്രം ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് പാർട്ടി നിർദ്ദേശിച്ച ആൾക്കാരുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു. കാരണം പ്രാദേശികമായിട്ട് അവർക്കാണ് പിന്നെ അറിവിൻ്റെ ബലം. ആ പശ്ചാത്തലത്തിൽ അവർ പറഞ്ഞ ലിസ്റ്റ് ഇനി ഞാൻ ഇന്നാര് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് അതാരാണെന്ന് എനിക്കിപ്പോൾ പറയാനൊക്കത്തില്ല. അങ്ങനെ പറഞ്ഞ ചില പേരുകളുണ്ട്. ഈ പേരുകളെല്ലാം വെച്ചിട്ട് പാർട്ടി ജില്ലാ പ്രസിഡൻ്റാണ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ദിവസങ്ങൾ തീരുമാനിച്ച് മണ്ഡല സന്ദർശനമുള്ള ദിവസങ്ങളിൽ ആ മണ്ഡലത്തിലെ പ്രമുഖർ, ഗുരുനാഥ അല്ലെങ്കിൽ ഗുരുനാഥ തുല്യം എന്നൊക്കെ പറയാവുന്ന വ്യക്തികളെ കാണുന്നത്. നേരിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല, ഒരാളെ ഏൽപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. വ്യക്തിപരമായിട്ടുള്ള അടുപ്പമുള്ള ഒരാളാണല്ലോ. അപ്പൊ അല്ല, ഇതിനു മുമ്പ് പോയി അദ്ദേഹത്തിന് ഞാൻ മുണ്ടും നേരിയതും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ലഘുഭക്ഷണം. ഇതെല്ലാം നിങ്ങളുടെ അടുത്തും അതിൻ്റെ ബൈറ്റൊക്കെ കാണുമല്ലേ. പിന്നീട് ഇത് ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ വലിയ രീതിയിൽ ചർച്ചയായി. ലോക്സഭാ മണ്ഡലം ഇലക്ഷനൊക്കെ ആണല്ലോ. സുരേഷ് ഗോപിക്ക് എന്ത് പറഞ്ഞാലും പിന്നീട് ട്രോളുകളിലെ ഒരു കുത്തകയായിട്ട് തന്നെ വരുന്നുണ്ട്. ഈ ട്രോളുകളൊക്കെ സുരേഷ് ഗോപി എൻജോയ് ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ ഇതാ സാക്ഷാൽ ഗോപിയേട്ടൻ രംഗത്ത് വന്നു. ഏത് കലാമണ്ഡലം ഗോപി ആശാൻ രംഗത്ത് വന്നിരിക്കുന്നു. സുരേഷ് ഗോപിക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിലേക്ക് കയറി വരാം, ഒരു തടസ്സവുമില്ല. സുരേഷ് ഗോപി രാഷ്ട്രീയക്കാരനാകുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പരിചയമുണ്ട്. ഇത്തരം കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കലാമണ്ഡലം ഗോപി ആശാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇവിടെ പ്രശ്നം തീരുമെന്നൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ കലാമണ്ഡലം ഗോപി ആശാൻ രംഗത്ത് വന്നതോടുകൂടി എന്താണ്, സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് ക്ലീൻ ഇമേജ് കിട്ടിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ആഘോഷമാക്കാൻ ഇറങ്ങിയവർക്ക് തിരിച്ചടി ആകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ദേ ആശാൻ പറഞ്ഞത് ഇപ്രകാരമാണ്. ഒന്ന് കേട്ടു നോക്കൂ. എൻ്റെ മകൻ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചിട്ട് അവനത് വിഷമമായി ഈ പറഞ്ഞ വാക്ക്. എന്താ വെച്ചാൽ സുരേഷ് ഗോപി വരുന്നുണ്ട് പറഞ്ഞാൽ സന്തോഷമേ അവനുള്ളൂ.
മകൻ എന്ന് പറഞ്ഞാൽ രഘുരാജാണ്. സുരേഷ് ഗോപി അതെ മോഹൻലാലും അതെ മമ്മൂട്ടി അതെ ആര് വരികയാലും അവന് വലിയ ബഹുമാനമുള്ള ആളാണ് ഈ കലാകാരന്മാരെയൊക്കെ. അപ്പോൾ സുരേഷ് ഗോപി വരുന്നുണ്ട് എന്ന് കേട്ടാൽ അതിന് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞത്, സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണം, അതിന് ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ എന്നൊരു വാക്ക് അവനെ വല്ലാണ്ട് വിഷമിപ്പിച്ചു. അപ്പോൾ വിഷമിപ്പിച്ചപ്പോൾ എന്തുണ്ടായി എന്ന് വിചാരിച്ചാൽ അവൻ അങ്ങനെ ഇത് വാങ്ങിച്ചിട്ട് പിന്നെ ഞാനൊന്നും കേട്ടില്ല. പിന്നെ അവർ തമ്മിലാണ് ഡോക്ടറും മറ്റേ മകനും അതായത് രഘുരാജും കൂട്ടാണ് സംസാരിച്ചത്. അപ്പോൾ എന്താ രഘുരാജിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറച്ചിൽ കേട്ടപ്പോൾ മാനസികമായിട്ട് വിഷമം വന്നിട്ടാണ് അവർ തമ്മിൽ സംസാരിച്ചത് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ, അറിയില്ല, ഞാൻ കേട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവൻ അങ്ങനെ അത് പോസ്റ്റ് ഇട്ടപ്പോൾ അത് ഈ പലരും എന്നെ വിളിച്ചില്ല, ഇങ്ങനെ രഘു ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിയാൻ സാധിച്ചു. അറിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ അങ്ങനെയൊക്കെ എഴുതുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വേഗം അത് പിൻവലിക്കുകയും ചെയ്തു, ഈ ന്യൂസ് കൊടുത്തുള്ളത് പിൻവലിക്കുകയും ചെയ്തു. കാര്യം ഇതാണ്. പക്ഷേ വേറൊരു കാര്യമുള്ളത്, പിന്നെ അതിൻ്റെ സ്വന്തം ഇത്രയും കേട്ടപ്പോൾ എനിക്ക് തോന്നി ഞാനും സുരേഷ് ഗോപിയും കൂടിയുള്ള ബന്ധം ചിലരൊന്നുമല്ല, കുറച്ച് കൊല്ലങ്ങളായിട്ടേ ഉണ്ട്, മാസങ്ങളായിട്ടുമല്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിൻ്റെ മുമ്പേ സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴുള്ള കാലം മുതലൊക്കെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്, അങ്ങേറ്റം ബന്ധുവാണ്, അങ്ങേറ്റം സ്നേഹബന്ധം നല്ലോണം പുറത്തിക്കൊണ്ട് വരുന്ന ആൾക്കാരുമാണ്. പിന്നെ ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വരാൻ ചോദിക്കണ്ടല്ലോ, ഒരാളോടും ചോദിക്കണ്ട. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു, ഇങ്ങനെ സുരേഷ് ഗോപിക്ക് എന്നെ കാണാൻ ഒട്ടും സംശയിക്കാതെ തന്നെ വരാം. അപ്പോൾ അത് ഈ സുരേഷ് ഗോപിയെ ആരൊക്കെയോ ചൂടാക്കിയതാണ് തോന്നുന്നുണ്ട്. ആരൊക്കെയോ സഹപ്രവർത്തകർ അല്ലെങ്കിൽ കൂടെ നടക്കുന്ന ആൾക്കാർ പറഞ്ഞ് ഈ പോസ്റ്റിലത്തെ കണ്ടിട്ടായിരിക്കും ചൂടാക്കിയതാണ് തോന്നുന്നു. അപ്പോൾ സുരേഷ് ഗോപി ഇങ്ങനൊരു വാക്ക് പറഞ്ഞു എന്ന് കേട്ടു. ആശാനെ ഞാൻ പോയിട്ട് എങ്ങനെയെങ്കിലും കാണും, കണ്ടു കഴിഞ്ഞിട്ട് ഒരു മുണ്ട് പുതപ്പിക്കും, ആ മുണ്ട് പുതപ്പിച്ചാൽ അത് സ്വീകരിക്കില്ലെങ്കിൽ ഞാൻ ആ മുണ്ട് അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ നടക്കിൽ കൊണ്ടുപോയി വയ്ക്കും. ഇതൊന്നും അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കാൻ പാടില്ലായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ ഈ സ്നേഹസമ്പന്നനായുള്ള സുരേഷ് ഗോപി അദ്ദേഹം എപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള ഞാനായിട്ട് ഇത്രയും അടുപ്പായിട്ടിരിക്കുമ്പോൾ ഞാൻ സ്വീകരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് അറിയേണ്ട കാര്യം തന്നെയല്ല, സ്വീകരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പേ വന്നിട്ട് തരേണ്ടായിട്ടുണ്ട്, അത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു ദുഷ്പ്രചരണം ആൾക്കാർ സുരേഷ് ഗോപിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു വാക്ക് പറയേണ്ടി വന്നത്. അത് കേട്ടപ്പോൾ എനിക്കും വിഷമായി. എന്താ വെച്ചാൽ എന്തിപ്പോൾ അദ്ദേഹം എന്നോട് വിളിച്ച് ചോദിച്ചിട്ട് മതിയായിരുന്നു ഇങ്ങനൊന്ന് പറയൽ എന്നുള്ളത്. അദ്ദേഹത്തിന് ഈ അദ്ദേഹത്തിനായിട്ട് എന്തെങ്കിലും മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കത്തക്കവണ്ണം ഒന്നും ഇതുവരെ പ്രവർത്തിച്ചിട്ടുമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്തു. ക്ഷണിച്ചപ്പോൾ എങ്ങനെയായാലും വരണിട്ടോ പറഞ്ഞു. എനിക്ക് ഈ നടക്കാൻ വയ്യാത്ത കാരണം, ഗുരുവായൂർക്കാണ്, നടക്കാൻ തീരെ വയ്യാത്ത കാരണം കൊണ്ട് ഞാൻ പോയില്ല. അപ്പോഴും സ്നേഹമാണെന്ന് അർത്ഥം, അപ്പോഴും അതിനൊരിതില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നു. എന്തേ ചുരുക്കത്തിൽ എന്ത് മനസ്സിലായി? സുരേഷ് ഗോപി തൃശ്ശൂർ മത്സരിക്കുന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്ക് തുടക്കം മുതൽ തന്നെ പല എതിർപ്പുകളുമായി പല ആളുകളും രംഗത്ത് വരുന്നുണ്ടെങ്കിലും സുരേഷ് ഗോപി പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതാണ് സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ പോസിറ്റീവായി നമ്മൾ കാണേണ്ടത്. എന്ത് പറഞ്ഞാലും സുരേഷ് ഗോപിക്ക് ട്രോളുകൾ ഉണ്ടായാലും അദ്ദേഹം ചിരിച്ച് കളിച്ച് അത് തമാശയോടുകൂടി എടുക്കുന്ന ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു. എന്തായാലും ഗോപിമാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇതോടുകൂടി അവസാനിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഗോപിയേട്ടന്മാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവസാനിക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം. വരും ദിവസങ്ങളിൽ ഗോപിയേട്ടന്മാർ വീണ്ടും ഏറ്റുമുട്ടുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.